നമസ്കാരം. പേരാമ്പ്ര ചെറുവണ്ണൂർ കക്കരമുക്ക് റോഡിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് 7 മാസം ഗർഭിണിയായ സോന പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ ഭർത്താവ് രജിൻ ലാലിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി യുവതിയുടെ കുടുംബം. ഇതൊരു ആസൂത്രിത കൊലപാതകമാണെന്ന് സംശയിക്കുന്നതായും വലിയ ദുരൂഹതകൾ ഇതിന് പിന്നിലുണ്ടെന്നും സോനയുടെ അമ്മാവൻ AK സത്യൻ ആരോപിച്ചു. സാധാരണ നിലയിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് കാരണമാണ് തീപിടിച്ചതെങ്കിൽ കാർ ഇത്തരത്തിൽ കത്തിയമരില്ലെന്നും മനഃപൂർവ്വം കാർ കത്തിച്ചതുപോലെയാണ് തോന്നുന്നതെന്നും അദ്ദേഹം ആരോപിക്കുന്നു. കാറിനുള്ളിൽ മാരകമായ എന്തോ വസ്തു മുൻകൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നുവെന്നാണ് കരുതുന്നത്. അപകട സമയത്ത് സോനയെ മുൻ സീറ്റിൽ ഇരുത്താതെ എന്തുകൊണ്ടാണ് പിൻ സീറ്റിൽ ഇരുത്തിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കുടുംബത്തിനും രജിൻലാലിന്റെ നാട്ടുകാർക്കും കടുത്ത സംശയമുണ്ട്. അപകടമുണ്ടായ ഉടനെ കാറിനുള്ളിൽ മറ്റൊരാൾ കൂടി ഉണ്ടെന്ന വിവരം രക്ഷാപ്രവർത്തനത്തിനെത്തിയ നാട്ടുകാരോട് പറയാൻ രജിൻലാൽ തയ്യാറായില്ല എന്നും സ്വന്തം ജീവൻ മാത്രം നോക്കി തോട്ടിൽ ചാടി രക്ഷപ്പെടാനാണ് അയാൾ ശ്രമിച്ചതെന്നും കുടുംബം കുറ്റപ്പെടുത്തുന്നു. കാറിന്റെ പിൻവാതിൽ ലോക്കായ അവസ്ഥയിലായിരുന്നു. സംഭവത്തിലെ സത്യാവസ്ഥ പുറത്തു വരണമെന്നും രജിൻലാലിന്റെ പങ്കിനെക്കുറിച്ച് വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിലും വനിതാ കമ്മീഷനിലും പരാതി നൽകാൻ ഒരുങ്ങുകയാണെന്നും കുടുംബം വ്യക്തമാക്കി. സോനയും രജിൻലാലും തമ്മിലുള്ളത് കടുത്ത പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു പ്രണയ വിവാഹമായിരുന്നുവെന്നും കുടുംബം വെളിപ്പെടുത്തുന്നു. രജിൻലാൽ ഗൾഫിലായിരുന്ന സമയത്താണ് ഇരുവരും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നതും. വിവാഹം കഴിക്കാൻ ഇരുവരും തീരുമാനിച്ചെങ്കിലും ഇതിനിടയിൽ രജിൻലാൽ മറ്റൊരു യുവതിയുമായി ബന്ധത്തിലാവുകയും ആ യുവതിയെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ് മാനസികമായി തകർന്ന സോന വടകര റെയിൽവേ സ്റ്റേഷന് സമീപത്തിലെത്തി ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കാൻ വരെ ശ്രമിച്ചിരുന്നു. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടത്തിയ മധ്യസ്ഥ ചർച്ചയിലാണ് സോനയെ വിവാഹം കഴിക്കാമെന്ന് രജിൻലാൽ ഉറപ്പ് നൽകുന്നത്. ഇരു കുടുംബങ്ങളുടെയും കടുത്ത എതിർപ്പുകൾ അവഗണിച്ച് 2023 ഇരുവരും വിവാഹം രജിസ്റ്റർ ചെയ്തത്. ചെറുവണ്ണൂർ കക്കരമുക്ക് റോഡിൽ വെള്ളിയാഴ്ച രാത്രി 9 ഇവരുടെ കാർ കത്തിയമരുന്നത്. കോഴിക്കോട് ആശുപത്രിയിൽ പോയ ശേഷം തിരികെ വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ വീട്ടിലെത്താൻ വെറും 2 കിലോമീറ്റർ മാത്രം ദൂരമുള്ളപ്പോഴാണ് വയൽ പ്രദേശമായ ഒതിയോത്ത് താഴെ ഭാഗത്ത് വെച്ച് ദുരൂഹമായ ഈ അപകടം സംഭവിക്കുന്നത്. വയൽ പ്രദേശത്തെ തോട്ടിനരികത്തിലായതിനാൽ ഓടിക്കൂടിയ നാട്ടുകാർക്ക് തീ അണയ്ക്കാൻ സാധിച്ചു. വലിയൊരു സ്ഫോടന ശബ്ദം കേട്ടാണ് സമീപവാസികൾ ഓടിയെത്തിയത്. നാട്ടുകാർ എത്തുമ്പോഴേക്കും രജിൻലാൽ കാറിൽ നിന്ന് പുറത്തു ചാടിയിരുന്നു. ശരീരത്തിലെ വസ്ത്രങ്ങളിൽ തീ പടർന്നതിനാൽ സമീപത്തെ തോട്ടിലേക്ക് ചാടിയാണ് രജിൻലാൽ തീ അണച്ചത്. തുടർന്ന് നാട്ടുകാർ ബക്കറ്റിൽ വെള്ളം കോരിയൊഴിച്ച് അഗ്നിരക്ഷാസേന എത്തുന്നതിന് മുൻപ് തന്നെ തീ അണയ്ക്കായിരുന്നു. പിൻസീറ്റിൽ ഒരാൾ കൂടിയുണ്ടെന്ന് ആദ്യമൊന്നും രക്ഷാപ്രവർത്തകർക്ക് മനസ്സിലായിരുന്നില്ല. പിൻസീറ്റിൽ കിടക്കുകയായിരുന്ന സോനയുടെ മുകളിലേക്ക് കാറിന്റെ മുകൾ ഭാഗം അടർന്നു വീണതിനാൽ പുറത്തു നിന്നുള്ളവർക്ക് പെട്ടെന്ന് കാണാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. കാറിന്റെ പിൻവാതിൽ ലോക്കായിരുന്നതിനാൽ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ചില്ല് പൊട്ടിച്ചാണ് സോനയെ ബെഡ്ഷീറ്റിൽ കിടത്തി പുറത്തെടുത്തപ്പോഴേക്കും സോനയ്ക്ക് ജീവൻ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് മരണത്തിന് കീഴടങ്ങിയായിരുന്നു. ഗുരുതരമായി പൊള്ളലേറ്റ രജിൻലാൽ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. രജിൻലാലിന്റെ ആരോഗ്യനില ഗുരുതരമാണെന്ന് കുടുംബത്തിൽ നിന്നുമാണ് അറിയാൻ കഴിഞ്ഞെന്നും സോനയുടെ കുടുംബം പറയുന്നു. അപകട കാരണം കണ്ടെത്താൻ കോഴിക്കോട്ടെ ജില്ലാ ഫോറൻസിക് യൂണിറ്റിൽ നിന്നുള്ള സയന്റിഫിക് സംഘവും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് വിശദമായ പരിശോധനകൾ നടത്തി സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. 2016 മോഡൽ പെട്രോൾ കാറിന്റെ ഉൾവശം മാത്രമാണ് പൂർണ്ണമായി കത്തിയമർന്നത്. എന്നാൽ കാറിന്റെ ബോണറ്റിന്റെ എഞ്ചിൻ ഭാഗം കത്തിയിട്ടില്ലെന്നും അങ്ങോട്ടേക്ക് തീ പടർന്നിട്ടില്ലെന്നും പരിശോധനയിൽ വ്യക്തമായി. മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമിക പരിശോധനയിൽ ഇത് ഷോർട്ട് സർക്യൂട്ട് അല്ലെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാറിന്റെ വയറിങ്ങിന് യാതൊരുവിധ തകരാറുകളും കണ്ടെത്താനായിട്ടില്ല. കൂടാതെ ഇന്ധന ടാങ്കിന് ചോർച്ചയോ മറ്റു പ്രശ്നങ്ങളോ ഉള്ളതായും കണ്ടെത്തിയിട്ടില്ല. കാറിന്റെ പിൻവശത്ത് നിന്നാണ് തീ ഉയർന്നതെന്നും മുൻവശത്തേക്ക് ഇത് കാര്യമായി പടർന്നിട്ടില്ലെന്നും വ്യക്തമായിട്ടുണ്ട്. കാർ കത്തി തുടങ്ങിയ സമയത്ത് വലിയ സ്ഫോടന ശബ്ദം കേട്ടതായും സമീപവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടെങ്കിലും ഇതെങ്ങനെയാണ് ഉണ്ടായതെന്ന് ഇപ്പോഴും വ്യക്തമല്ല. പെട്രോൾ ടാങ്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ലീക്കോ മറ്റു പ്രശ്നങ്ങളോ ആയിരിക്കാം അപകട കാരണമെന്ന നിഗമനമുണ്ടെങ്കിലും വിശദമായ പരിശോധനകളും ആവശ്യമാണ്. കത്താതെ ശേഷിച്ച തുണികൾ, ബാഗിന്റെ അവശിഷ്ടങ്ങൾ, മൊബൈൽ ഫോൺ, കാറിലുണ്ടായിരുന്ന വെള്ളത്തിന്റെ സാമ്പിൾ തുടങ്ങിയവ ഫോറൻസിക് സംഘം കൂടുതൽ പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട്. ഫോറൻസിക് പരിശോധനാ ഫലം കൂടി ലഭിച്ചാലേ തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാകുമെന്ന് മേപ്പയൂർ പോലീസ് വ്യക്തമാക്കി.